ലേഖനം. അതാണല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ അത്ഭുതകരമായ ദൈവിക വെളിപ്പാട്, സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകുകയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവേശുവിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടി? അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി. ദൈവമഹത്വത്തിൻ്റെ പുകഴ്ച ഉണ്ടാകുവാൻ, പ്രശംസയുണ്ടാകുവാൻ വേണ്ടി ദൈവ കുടുംബത്തിലേക്ക് നമ്മളെ ദത്തെടുത്ത് ദൈവത്തിൻ്റെ അവകാശികളാക്കി, ദൈവത്തിൻ്റെ മക്കളാക്കി, അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് തന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. പൗലോസ് സഭയെക്കുറിച്ചുള്ള അത്യുന്നതമായ ദർശനം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ദൈവിക വെളിപ്പാടിൽ പൗലോസിന് കിട്ടിയ അതിമഹത്തായ കാഴ്ചപ്പാടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അവിടെ ആ വാക്യം കൊണ്ട് എഴുതാൻ എന്താ കാര്യം? അവിടെ എഴുതാനുള്ള കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു എന്തോ ഇതന്നെ, ക്രിസ്തുവിൽ കണ്ടെന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടാണെന്ന് എന്ത് ചെയ്തേനെ? നീ ഒന്നും ചെയ്തിട്ടല്ല രക്ഷിക്കപ്പെട്ടത്, കൃപയാല. ഒഴുകി ഇങ്ങ് വരികയായിരുന്നു, ഒഴുക്കിനകത്ത് പെട്ട് നീ ഇങ്ങ് വന്നതാ. ദൈവത്തിൻ്റെ കൃപ നിന്നെ ഒഴുക്കിക്കൊണ്ട് വന്നതാ. നീ നീന്തി തുടിച്ചിവിടെ വന്നതല്ല, അവൻ്റെ കൃപ ഒഴുക്കിക്കൊണ്ട് വന്നതാണ്. പടിഞ്ഞാറൻ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഭാഷ മനസ്സിലാകും. ഞാൻ പറയുന്ന ഭാഷ, നീ നീന്തി തുടിച്ച് കഷ്ടപ്പെട്ട് നീന്തി ഇവിടെ എത്തിയതല്ല, പതച്ച് ഇവിടെ എത്തിയതല്ല. നീ എത്തിയത് എങ്ങനെയാണെന്നറിയാമോ? കൃപയുടെ ഒഴുക്കിൽപ്പെട്ടു, ദൈവകൃപയുടെ ഒഴുക്കിൽപ്പെട്ടു. നീ തന്നെ തിരിഞ്ഞു നോക്ക്, എന്തൊരു അത്ഭുതമായി ഈ മാർഗത്തിൽ നീ വന്നത്, എങ്ങനെ നീ വന്നു ചേർന്നു. ഓരോ കുടുംബത്തിൽ നിന്നും, ഓരോ ദേശത്തു നിന്നും, ഓരോ പശ്ചാത്തലത്തിൽ നിന്നും ദൈവത്തിനുള്ളവരെ ദൈവം അടയാളമിട്ട് വേർതിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നു. അത് അവൻ്റെ പ്രവൃത്തി. ഞാൻ വന്നതല്ല, അവൻ എന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ വന്നു കയറിയതല്ല, അവൻ എന്നെ എടുത്തുകൊണ്ട് വന്നതാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നതല്ല, അവൻ എന്നെ നിർത്തുന്നതാണ്. ഇന്ന് ഞാൻ നടക്കുന്നതല്ല, അവൻ എന്നെ നടത്തുന്നതാണ്. എന്നും അവൻ എൻ്റെ കൈക്ക് പിടിച്ച് അവൻ്റെ ആലോചനയാൽ അവനെ നടത്തുകയാണ്. എന്നും അവനാണ് എന്നെ പരിപാലിക്കുന്നത്. അവൻ്റെ കൈകളിലാണ് ഞാൻ ഇരിക്കുന്നത്. അവനാണ് എന്നെ കൊണ്ട് നടക്കുന്നത്. ഒന്നും എൻ്റെ മിടുക്കല്ല, എൻ്റെ പ്രാപ്തിയല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ പ്രവൃത്തിയല്ല, എൻ്റെ കർമ്മമല്ല. എല്ലാം അവിടുത്തെ കൃപ, ദൈവത്തിൻ്റെ കൃപ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, നിങ്ങൾ അതിനൊരു മുഖാന്തരവുമല്ല, നിങ്ങളുടെ പ്രവൃത്തി അതിനൊരു കാര്യമല്ല. പിന്നെ എന്തുവാ? ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ഫ്രീ ഗിഫ്റ്റ്, സൗജന്യമായ ദാനം, വെറുതെ തന്നു. ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും വാങ്ങിക്കാതെ അങ്ങോട്ട് തരുന്ന രക്ഷ, ദൈവത്തിൻ്റെ ദാനം. എന്താ അതിൻ്റെ അർത്ഥം? നീ നേർച്ച ഇട്ടത് കൊണ്ടല്ല, നീ മുട്ട നെയ്തത് കൊണ്ടല്ല, നീ എണ്ണ ഒഴിച്ചത് കൊണ്ടല്ല, നീ ഏതെങ്കിലും കർമ്മം ചെയ്തതുകൊണ്ടല്ല. ഒന്നും അങ്ങോട്ട് വാങ്ങിക്കാതെ അവൻ്റെ കൃപയാൽ ദാനമായി തന്നു. രക്ഷ ദൈവത്തിൻ്റെ ദാനം. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ദാനം കിട്ടുമ്പോൾ മര്യാദയുണ്ടെങ്കിൽ, ദാനം കിട്ടുമ്പോൾ മര്യാദയുണ്ടെങ്കിൽ താങ്ക് യു എന്ന് പറയണം. ദാനം തന്നവനോട്, ദാനം തന്നവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് മേടിച്ചോണ്ട് ഞാൻ അവനെ വഹിച്ചു എന്നും പറഞ്ഞ് പോകുന്നത് മര്യാദ കെട്ടവരാ. ദൈവം ദാനം തന്നെങ്കിൽ തിരിഞ്ഞു നിന്ന് പറയണം, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രമെന്ന് പറയാൻ എന്താ കാര്യം? ദാനമാണെന്നുള്ള അറിവ് അകത്ത് കിടക്കുന്നുണ്ട്. ഞാനിതിന് അർഹനല്ല, എനിക്ക് അർഹതയില്ല, എൻ്റെ ദൈവത്തിൻ്റെ ദാനം. മനസ്സിലായവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ദാനം. ഹല്ലേലൂയ. ചിലർ പറയും ഞങ്ങൾ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളാണ്, വലിയ കൾച്ചറൊക്കെ ഉള്ള ആളുകളാണ്. ഞങ്ങളങ്ങനെ ഒച്ചയൊന്നും വെക്കത്തില്ല.
വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ താങ്ക് യു എന്ന് പറയാൻ എന്നേ പഠിച്ചേനെ. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ലെന്നർത്ഥം. താങ്ക് യു പറയാൻ മടി കാണിക്കുന്നെങ്കിൽ ദൈവം തന്ന നന്മകൾക്ക് എത്ര എണ്ണി എണ്ണി പറഞ്ഞ് സ്തുതിച്ചാലും മതി വരത്തില്ല. നിനക്ക് എത്ര കാര്യമുണ്ട്. രക്ഷ മാത്രമാണ് ഓരോ ദിവസം നടത്തുന്ന വഴി. നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ മാനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ കൈപിടിച്ച് നിന്നെ നടത്തുന്നുണ്ടെങ്കിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ദൈവത്തിൻ്റെ വഴികൾ, അത്ഭുതങ്ങളുടെ വഴികൾ, ദൈവത്തിൻ്റെ വഴികൾ, അതിശയങ്ങളുടെ വഴികൾ, ദൈവത്തിൻ്റെ വഴികൾ, നിനക്ക് വേണ്ടി ഒരുക്കിയ വഴികൾ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അതിന് നിങ്ങൾ കാരണമല്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുക. അതിന് നിങ്ങൾ കാരണമല്ല. ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ഞാൻ ഉപവാസം എടുത്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഉപവാസം ഒരു കാരണമേ അല്ല. ഞാൻ തലയെ കുറിച്ച് നടന്നുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ അതൊരു കാരണമേ അല്ല. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ അങ്ങനെ ഒരു കാരണമേ ഇല്ല. ഒരു കാരണവും വേണ്ട. ആർക്കും പ്രശംസയില്ല. ആർക്കും പ്രശംസയില്ലെന്ന് വേദപുസ്തകം പറയും. ഇവിടെ ഒരാൾ എഴുന്നേറ്റ് അങ്ങോട്ട് പ്രശംസിക്കുക. നിങ്ങൾക്ക് അറിയാമോ ഞാൻ ആരാണെന്നറിയാമോ? എൻ്റെ പഠിത്തം അറിയാമോ? എൻ്റെ കുടുംബം അറിയാമോ? ഞങ്ങളുടെ സ്വന്തക്കാർ, എൻ്റെ അമ്മാച്ചൻ ആരാണെന്ന്, എൻ്റെ ഉപ്പാപ്പന്മാർ എത്ര പേരുണ്ട്, ഇന്ന ആളുകളാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ കുടുംബക്കാർ ആരൊക്കെയാണെന്നറിയാമോ? എൻ്റെ വരുമാനം, എൻ്റെ ജോലി അറിയാമോ എന്നൊക്കെ പറഞ്ഞ് പ്രശംസിച്ചാൽ പ്രശംസിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നിനക്ക് ദാനം തന്നത്. പിന്നെ കയറി പ്രശംസിക്കുകയാണ്. അതിൻ്റെ പേര് അസംബന്ധം, ചേരാത്തതാ. മനുഷ്യൻ്റെ മാനങ്ങൾ മൂടിവെക്കണം. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണം. അതാണ് ദൈവത്തിൻ്റെ സഭ. പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അടുത്തത്, അതുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ടെന്നല്ല. അടുത്ത കേട്ടോ, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. രക്ഷിക്കപ്പെടാനല്ല, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ്. രക്ഷിക്കപ്പെടാൻ ഒരു സൽപ്രവൃത്തിയും ചെയ്യേണ്ട, രക്ഷിക്കപ്പെടാൻ വേണ്ടി ഉപവാസം എടുക്കേണ്ട, രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, രക്ഷിക്കപ്പെടാൻ വേണ്ടി കൈയടിക്കേണ്ട, രക്ഷിക്കപ്പെടാൻ വേണ്ടി കൈ ഉയർത്തേണ്ട, രക്ഷിക്കപ്പെടാൻ വേണ്ടി ആരാധനയ്ക്ക് പോകണ്ട, രക്ഷിക്കപ്പെടാൻ വേണ്ടി ബൈബിൾ വായിക്കേണ്ട. രക്ഷ ദൈവത്തിൻ്റെ ദാനം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉപവാസം എടുക്കണം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവവചനം വായിക്കണം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സുവിശേഷം അറിയിക്കണം. അങ്ങനെ ചെയ്തു പോരേണ്ടത് ദൈവം ഒരുക്കിയിരിക്കുക. അതിനുവേണ്ടി നമ്മളെ സൃഷ്ടിച്ചെന്ന് എഴുതിയേക്കുന്ന. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഉയർപ്പിച്ചെന്ന. ആത്മീയത്തിൻ്റെ മോർച്ചറിയിൽ കിടന്ന് നമ്മളെ യേശുക്രിസ്തു ഉയർപ്പിച്ചു. ഇവിടെ പറയുന്നത് സൃഷ്ടിച്ചു. സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുമ്പില്ലാതിരുന്ന ഒന്നിനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ആത്മീയത്തിൽ നീ സീറോ ആയിരുന്നു. ആത്മീയത്തിൽ നിനക്ക് എന്തു പാരമ്പര്യമാണ് പറയാനുള്ളത്? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സീറോ, ഒന്നുമില്ലായ്മ, നത്തിങ്. അവിടെ നിന്ന് ദൈവം നിന്നെ സൃഷ്ടിച്ചെടുത്തു, പുതിയ സൃഷ്ടിയാക്കിയെടുത്തു. ഉയർപ്പിച്ചു എന്ന് പറഞ്ഞ ഉപമാനവും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ഉപമാനവും നമ്മുടെ പൂർവികതയുടെ ശൂന്യതയെ കാണിക്കുകയാണ്. നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഒന്നുമില്ലായ്മയെ കാണിക്കുകയാണ്. നമ്മൾ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൽ. എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു? സൽപ്രവൃത്തികൾക്ക് വേണ്ടി. ഇനി നല്ല വാക്കേ നമ്മുടെ വായിൽ നിന്ന് വരാവുള്ളൂ, നല്ല പെരുമാറ്റങ്ങളെ നമ്മൾ ഇന്നുണ്ടാകാവുള്ളൂ. പഴയ മനുഷ്യൻ പോയി, അവനെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. നാം ഇന്ന് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. അയാൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങളൊന്ന് ഓർത്തോണം, മറക്കല്ല. എന്തു മറക്കല്ല? നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. എഫെസോസിലെ സഭയ്ക്കും ഏഷ്യ മൈനറിലുള്ള
മറ്റ് സഭകൾക്കും എഴുതിയ ലേഖനമാണ്. ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരാണ് അവർ. യഹൂദന്മാരിൽ നിന്ന് വന്നവരുമുണ്ട്, ജാതികളിൽ നിന്ന് വന്നവരുമുണ്ട്. യഹൂദ്യയിലുള്ള സഭകൾ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ്. എന്നാൽ ഏഷ്യ മൈനറിലുള്ള സഭകൾ ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ്. അവർക്കാണ് ഈ ലേഖനം എഴുതുന്നത്. അവരോട് പറയുന്നു, നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജന്മനാൽ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാരെന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. യഹൂദന്മാർ നിങ്ങളെ കളിയാക്കി വിളിച്ചിരുന്ന അഗ്രചർമ്മക്കാരെന്നാ. അവർക്ക് ജഡത്തിൽ ശരീരത്തിൽ പരിച്ഛേദനയുണ്ടെന്നും പറഞ്ഞ് അതില്ലാത്ത ജാതികളെല്ലാം ആക്ഷേപിച്ചിരുന്നത് അഗ്രചർമ്മക്കാരെന്ന് പറഞ്ഞാണ്. അങ്ങനെ നിങ്ങളും പരിഹസിക്കപ്പെട്ടവരാണ്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. എന്താ വാഗ്ദത്ത നിയമങ്ങൾ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയിലാണ് മശിഹ വരുന്നത്. ഇസഹാക്കിനും യാക്കോബിനും ആ വാഗ്ദാനം ആവർത്തിച്ചു കൊടുത്തു. ഇസ്രായേൽ മക്കൾക്ക് ആ വാഗ്ദാനം കിട്ടി. അവർ കാത്തിരിക്കുകയാണ് മശിഹയ്ക്ക് വേണ്ടി. ഈ വാഗ്ദത്തം ജാതികൾക്കില്ലായിരുന്നു. അവരതിൽ അന്യപ്പെട്ടവരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് അവർക്ക് സംബന്ധമില്ലായിരുന്നു. പ്രത്യാശയില്ലാത്തവരായിരുന്നു. അവർക്കൊരു പ്രത്യാശയില്ലായിരുന്നു. യേശു വരുമെന്നുള്ള പ്രത്യാശ അവർക്കില്ലായിരുന്നു. ലോകത്തിൽ ജീവനുള്ള ദൈവത്തെ അറിയാത്തവരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു. ഈ കാര്യം മറക്കല്ല്. അവിടുന്നാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ക്രിസ്തുവിന്റെ രക്തമെന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ രക്തത്താലാണ് നമ്മളെ സമീപസ്ഥരാക്കിയത്. യേശു ക്രിസ്തുവിന്റെ യാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. യാഗരക്തത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യേശുവിൻ്റെ യാഗരക്തം, കാൽവറിയിലെ ക്രൂശ് മരണം യാഗമായിരുന്നു ദൈവത്തിന് മുമ്പിൽ. യാഗകർമ്മങ്ങളിൽ രക്തം പ്രധാനപ്പെട്ടതാണ്, അറുക്കപ്പെടുന്ന ആടിൻ്റെ. അതുപോലെ ദൈവകുഞ്ഞാടായി ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമുക്ക് ദൈവത്തോട് അടുത്തു വരാൻ കഴിഞ്ഞത്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. ആര്? യേശു ക്രിസ്തു. യേശു ക്രിസ്തു നമ്മുടെ സമാധാനം. അവൻ ദൈവത്തോട് നമ്മളെ നിരപ്പിച്ചു. ദൂരസ്ഥായിരുന്ന നമ്മളെ സമീപസ്ഥരാക്കി. ദൈവവുമായി അകന്നിരുന്ന് നമ്മളെ ദൈവവുമായിട്ട് യോജിപ്പിച്ചു. അവനാണ് നമ്മുടെ പാലം. ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ കഴിയാതോണം വലിയൊരു ഗ്യാപ്പ് മനുഷ്യർക്കുണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ ഒരു പാലമുണ്ടായി. ആ പാലം ക്രിസ്തുവാണ്. ആ പാലത്തിൽ കൂടെ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കൽ നടന്നെത്താൻ കഴിയുകയുള്ളൂ. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇവിടെ പറയുന്ന ഇരുപക്ഷം യഹൂദനും ജാതിയുമാണ്. യഹൂദന്മാരുടെ സന്തതി പരമ്പരയിൽ ജനിച്ചു വന്ന ആളുകളും ജാതീയ സന്തതി പരമ്പരയിൽ ജനിച്ചു വന്ന ആളുകളും ആ രണ്ട് പക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നായി. രണ്ട് കൂട്ടർക്കും രക്ഷ ക്രിസ്തുവിലൂടെ മാത്രം. രണ്ടു കൂട്ടർക്കും ഒരു വ്യത്യാസവുമില്ല. രണ്ടു കൂട്ടരും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്നവരാണ്. രണ്ടു കൂട്ടർക്കും രക്ഷ ക്രിസ്തുവിൽ. സഭയ്ക്കകത്ത് വന്നപ്പോൾ ഇരുപക്ഷവും ഒന്നായി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി. യഹൂദൻ കോപിച്ച് വിറയ്ക്കും ഈ വാക്യം കണ്ടാൽ. ന്യായപ്രമാണം ഇന്നും ആചരിക്കണമെന്ന് പറയുന്ന ചില ക്രിസ്തീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവരും കോപിച്ച് വിറയ്ക്കും ഈ വാക്യം കണ്ടാൽ. ഇവിടെ എഴുതിയിരിക്കുന്നു ശത്രുത്വമായിരുന്നത്. ഈ ന്യായപ്രമാണവും കൽപ്പനകളെല്ലാം നമ്മളെ ദൈവത്തോട് ശത്രുവാക്കിക്കൊണ്ടിരുന്നു. മുഴുവൻ നിയമങ്ങൾ, മുഴുവൻ കൽപ്പനകൾ ഒന്നും പാലിക്കാൻ മനുഷ്യനെ കൊണ്ടാകുന്നില്ല. 100 കൽപ്പനകൾ. അധികം ദൂരം ശാബത്ത് ദിവസം നടക്കാൻ പാടില്ല. ശാബത്ത് ദിവസം വീട്ടിൽ തീ കത്തിക്കാൻ പാടില്ല. ശാബത്ത് ദിവസം ആഹാരം പാചകം ചെയ്യാൻ പാടില്ല. ശാബത്ത് ദിവസം ഇത്ര നാഴികയിൽ കൂടുതൽ നടക്കരുത്. ശാബത്ത് മാത്രമല്ല, പരിച്ഛേദന. 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണം, അല്ലെങ്കിൽ അവനെ കൊന്നുകളയണം. നിയമങ്ങൾ, എന്തെല്ലാം നിയമങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 1000 കൽപ്പനകളാണ് യഹൂദ റബിമാര് ന്യായപ്രമാണം അടിസ്ഥാനമാക്കി ഉപകൽപ്പനകൾ യഹൂദന്മാർക്ക് കൊടുത്തത്. അത് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല, ആരെ കൊണ്ടും കഴിഞ്ഞില്ല.
അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അതിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടി. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. വേർപാടിന്റെ നടുച്ചുവർ എന്താ ഇവിടെ പറയുന്ന വേർപാട്? യഹൂദൻ ജാതി എന്ന നിലയിൽ രണ്ടായിട്ട് വേർതിരിച്ചിരുന്നു. അവരുടെ മനസ്സുകളിൽ തന്നെ വേർതിരിച്ചിരുന്നു. ജാതികൾ അശുദ്ധരാണ്, ജാതികളുടെ മുറ്റത്ത് കാലി ചവിട്ടരുത്, ജാതികളുമായി സമ്പർക്കം പാടില്ല, ജാതികളുടെ നിന്ന് വെള്ളം വാങ്ങി കുടിക്കരുത്, ജാതികളുമായി ഇടകലരരുത്, ജാതികളുമായി വിവാഹ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ല. രണ്ട് കൂട്ടരും രണ്ടാണ്. ഒന്ന് ദൈവത്തിൻ്റെ ജനം യഹൂദന്മാർ, വിജാതിയർ ദൈവത്തിൻ്റെ ജനമല്ല. ഇടയ്ക്ക് നടുച്ചുവർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള ഭിത്തി, ഇടയ്ക്കുള്ള മതില്, ഇടയ്ക്ക് മതിലായിരുന്നു. അക്ഷരികമായി തന്നെ യെരുശലേം ദേവാലയത്തിൽ മതിൽ കെട്ടിയിരുന്നു. ജാതികളിൽപ്പെട്ട ഭക്തിയുള്ള ആളുകൾക്ക് യെരുശലേമിൽ പെരുന്നാളിന് വരാം. ദേവാലയത്തിന്റെ മുറ്റത്ത് ഇടയ്ക്ക് മതിലുണ്ട്. മുറ്റത്ത് കയറി കഴിഞ്ഞ പിന്നെയും മതിലും. അതെ, ആ മതിലിനപ്പുറം ജാതികളുടെ പ്രാകാരം, മതിലിനിപ്പുറം യഹൂദന്റെ പ്രാകാരം. യഹൂദന്റെ പ്രാകാരത്തിൽ ജാതികൾപ്പെട്ടവർക്ക് കാലുകുത്താനൊക്കത്തില്ല. മതിൽ കെട്ടിയിരിക്കുക. ആത്മീയ അർത്ഥത്തിൽ ഈ മതില് യേശു ഇടിച്ചു കളഞ്ഞു. യെരുശലേം ദേവാലയത്തിലെ മതിലല്ല ഇടിച്ചത്, ദൈവസഭയ്ക്കകത്തെ മതിലിടിച്ചു. ദൈവസഭയ്ക്കകത്ത് ജാതിയുടെ പേരിൽ മതിൽ കെട്ടിപ്പൊക്കിയാൽ ദൈവവചനത്തിന് വിരുദ്ധമാണ്. എല്ലാവരും ശ്രദ്ധിച്ചുകൊള്ളുക. ദൈവവചനപ്രകാരം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ആളുകളും ഒരു ജാതിയിൽപ്പെട്ടവരാണ്, വ്യത്യാസമില്ല. അവിടെ ഇടയ്ക്ക് മതിൽ കെട്ടിപ്പൊക്കരുതാരും. ജാതികളുടെ മതിൽ, യഹൂദന്റെ മതിൽ കെട്ടിപ്പൊക്കാൻ പാടില്ല. അത് ഇടിച്ചു കളഞ്ഞു. വേർപാടിന്റെ നടുച്ചോർ ഇടിച്ചു കളഞ്ഞിട്ട് സമാധാനമുണ്ടാക്കി. രണ്ടു കൂട്ടരെയും ഒന്ന് ചേർത്ത് ഇരുപക്ഷത്തെയും യേശു ക്രിസ്തുവിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിച്ചു. എന്താണ് സൃഷ്ടിപ്പ് നടത്തിയത്? ചെമ്പും ഉരുക്കി, ഈയവും ഉരുക്കി, രണ്ട് ലോകങ്ങൾ ഉരുക്കിയിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് കഴിയുമ്പോൾ എന്തുണ്ടാകുമെന്ന് പറയാമോ? ചെമ്പും ഈയവും. ചെമ്പ് ഉരുക്കി, ഈയോ ഉരുക്കി, രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്താൽ എന്തുണ്ടാകും? പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇവിടില്ലേ? ഈയം പൂശാനുണ്ടോ എന്ന് ചോദിക്കത്തില്ലേ? പിച്ചളയുണ്ടാകും. അങ്ങനെ പിച്ചളയുണ്ടാക്കുന്നത്. പിച്ചള കൊണ്ടുള്ള കുടമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. പിച്ചള ഉണ്ടാക്കുന്നത് ചെമ്പും ഈയവും കൂടെ ചേർത്താ. ഇതുപോലെ യഹൂദനെ ഉരുക്കി ജാതിയും കൂടെ ഉരുക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ക്രിസ്തുവിൻ്റെ സഭ. അതിനകത്ത് എന്തിയെ ചെമ്പ് എന്തിയെ ഈയമെന്ന് നോക്കിയാൽ കാണത്തില്ല. ഒരുക്കിപ്പോയി. പിന്നെ ഇനിയും പിച്ചള മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. വേർപാട് നടിച്ചവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. യഹൂദനും ജാതിയും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതാക്കി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും, യഹൂദനെയും ജാതിയെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും രണ്ടും കൂടെ ചേർത്ത് ഒറ്റ ശരീരമാക്കി. രണ്ടും കൂടെ ചേർത്ത് ഒരു പുതു മനുഷ്യനാക്കി. രണ്ടും കൂടെ ചേർത്ത് വേർപാട് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ ഒന്നാക്കി. ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്നു. യേശുക്രിസ്തു വന്നു. ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ള യഹൂദന്മാർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ദൈവത്തിൻ്റെ സഭ, പുതിയ നിയമസഭ, അതിലെ വിശ്വാസികൾ ഇനി അന്യന്മാരല്ല, ഇനി പരദേശികളല്ല. നമ്മൾ ആരാണ്? വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ.
ദൈവത്തിൻ്റെ ഭവനക്കാർ. ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉപമാനമാണ് ദൈവത്തിൻ്റെ ഭവനം. സഭ ദൈവത്തിൻ്റെ ഭവനമാണ്. ഭവനമെന്ന് പറഞ്ഞപ്പോൾ അതിനെ വിശദീകരിക്കുകയാണ്. ഭവനം എങ്ങനെ പണിതേക്കുന്നത്? മൂലക്കല്ല് വേണം, പിന്നെ മേളോട്ട് പണിത് പണി വേണം. എങ്ങനെയാ നോക്കി, അപ്പോസ്തലന്മാർ, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ. മൂലക്കല്ല് ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തുവാ. പുതിയ നിയമസഭയുടെ മൂലക്കല്ലാരാണ്? യേശു ക്രിസ്തുവാണ്. ഏതെങ്കിലും മനുഷ്യന്റെ പേര് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സഭയല്ല. യേശു ക്രിസ്തുവിന്റെ സഭയുടെ മൂലക്കല്ല് യേശു ക്രിസ്തുവാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമാണ്. ക്രിസ്തു യേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവരെ കുറിച്ച് പറയുന്ന അവരുടെ ഉപദേശത്തെക്കുറിച്ചാണ്. അപ്പോസ്തലിക ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ, ക്രിസ്തുവിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. വളരുന്ന ഒരു കെട്ടിടം. വളരണമെങ്കിൽ ജീവൻ വേണം. ദൈവത്തിൻ്റെ സഭ വളരുന്ന കെട്ടിടമാണ്. അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോൾ ഈ ഹോള് മേളോട്ട് വളർന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോണം ഹോളിന് ജീവനുണ്ടെന്ന്. ഹോളിന് ജീവനില്ലാത്തതുകൊണ്ട് ഇതൊരിക്കലും വളരത്തില്ല. നിങ്ങൾ വിരിച്ച് സഭായം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വീട് വളർന്ന് മേളോട്ട് നിൽക്കുകയാണെങ്കിൽ ഓർത്തോണം വീട് ജീവൻ വെച്ചെന്ന്. പക്ഷെ ഒരു വീടും ഇതുവരെ വളർന്നിട്ടില്ല. എന്നാൽ വളരുന്ന ഒരു വീടുണ്ട്. അത് യേശുവിൻ്റെ സഭയാകുന്ന വീടാണ്. അതിൻ്റെ മൂലക്കല്ല് യേശുവാണ്. അതിൻ്റെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പണിയായുധങ്ങൾ നിങ്ങളുടെ മേൽ പണി നടത്തുന്നുണ്ട്. വല്ല തട്ടുമുട്ടും കേൾക്കുന്നുണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. എന്തൊരു തട്ടുമുട്ടുമൊക്കെ ആ വീട്ടിൽ കേൾക്കെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പണി ചെയ്യുക. അവരെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവിടെ വലിയ പണി നടക്കുക. പണി തീരുമ്പോൾ കണ്ടോണം, പണി തീരുമ്പോൾ മനോഹരമായിരിക്കും. ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് അവൻ നിന്നെ പണിയുക. ജീവിതത്തിലെ കഷ്ടതകളിലൂടെ, ക്ലേശങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ അവൻ നിന്നെ പണിതുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവൻ നിന്നെ പണിതുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവൻ നിന്നെ പണിതുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ നിന്നെ പങ്കാളിയാക്കേണ്ടതിനെ പണിതുകൊണ്ടിരിക്കുക. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്കുണ്ടാകണം. അവൻ്റെ ക്ഷമ നമുക്കുണ്ടാകണം. അവൻ്റെ സഹിഷ്ണുത നമുക്കുണ്ടാകണം. ശത്രുക്കളെപ്പോലും സ്നേഹിക്കാൻ കഴിയണം. എല്ലാ വൈരാഗ്യങ്ങളും എടുത്ത് ദൂരോട്ട് കളയണം. കയ്പുള്ള എല്ലാ ചിന്തകളും എടുത്ത് ദൂരെ കളയണം. പിണങ്ങി നടക്കുകയല്ലേ നീ സഹോദരനോട് സംസാരിക്കാതെ? നീ സഹോദരിയെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുകയല്ലേ? ഏത് സഹോദരിയാ? ഈ സഭയിലെ സഹോദരി സഹോദരൻ്റെ കാര്യമാണ്. ബന്ധത്തിൽപ്പെട്ടവരുടെ കാര്യമല്ല, അത് വേറെ കിടപ്പുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ കാര്യം ഞാൻ പറയാം. നിനക്ക് ചിലരോട് അകൽച്ചയാണ്. നിനക്ക് ചിലരോട് മനസ്സുകൊണ്ട് ഇഷ്ടമല്ല. ഇതെല്ലാം അഴുക്ക് സ്വഭാവമാണ്, വൃത്തികെട്ട സ്വഭാവമാണ്. നീ എത്ര താലോലിച്ചാലും അത് നല്ല സ്വഭാവമല്ല. അതെല്ലാം മാറ്റേണ്ട സ്വഭാവമാണ്. അതെല്ലാം മാറ്റി മനസ്സുകൊണ്ട് നിന്നെ ക്രൂശിച്ച് അങ്ങോട്ട് ചെന്ന് അവരെ കെട്ടിപ്പിടിക്കാനുള്ള സ്നേഹം നിൻ്റെ അകത്തുണ്ടാകണം. അങ്ങോട്ട് ചെന്ന് കയ്യെ പിടിക്കാനുള്ള സ്നേഹം നിൻ്റെ അകത്തുണ്ടാകണം. അങ്ങോട്ട് ചെന്ന് ക്ഷമയോദിക്കാനുള്ള സ്നേഹം നിൻ്റെ അകത്തുണ്ടാകണം. അവർ തെറ്റുകാർ, എൻ്റെ ഭാഗത്ത് തെറ്റില്ല, അവരാണ് ഇനി ശനിയാകാറുള്ള, ഞാൻ മുഴുവൻ ശരിയായതാ എന്ന് പറയുന്നത് പിശാച് നിന്നെ ചതിക്കുക. എപ്പോഴും നീ നിന്നെ താഴ്ത്തണം. നീ താഴ്ത്തിയാൽ ദൈവം നിന്നെ ഉയർത്തും. നീ തോക്കാൻ തയ്യാറായാൽ ദൈവം നിന്നെ വിജയിപ്പിക്കും. എവിടെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ തന്നെ താഴ്മയുള്ളവനാക്കുന്നോ അവിടെയാണ് ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മൾ വരേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മളെ പണിയുക. എവിടുന്ന് എടുത്തുകൊണ്ട് വന്നതാ? കാട്ടുകല്ലല്ലായിരുന്നോ? ഒരു പണിക്കാരനും വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളഞ്ഞ കാട്ടുകല്ലുകൾ, ഒരു ആംഗിളുമില്ലാത്ത, ഒരു മൂലയും ശരിയായിട്ടില്ലാത്ത, പണിക്കേ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളഞ്ഞ കല്ലുകളെ
നല്ല പണിക്കാരൻ, നല്ല ശില്പിയായവൻ വന്ന് തിരഞ്ഞെടുത്ത് അതിൻ്റെ മൂലയൊക്കെ അടിച്ച് തള്ളി നിന്ന ഭാഗമൊക്കെ കൊത്തി ശരിപ്പെടുത്തി വൃത്തിയാക്കി ഇത്രയും കൊണ്ടുവന്ന് നിന്നെ വെച്ച് പണിതുകൊണ്ടിരിക്കുന്ന ചെറിയൊരു കാര്യമല്ല എന്ന് നീ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? ദൈവത്തിൻ്റെ ആ മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമേ, എന്നെ പണിയണമേ. എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ആഗ്രഹങ്ങളെക്കാൾ വലുത് അവിടുത്തെ ഇഷ്ടമാണ്. എനിക്കൊരുപാട് ഇഷ്ടങ്ങളുണ്ടെങ്കിലും അതിനേക്കാൾ വലുത് അവിടുത്തെ ഹിതമാണ്. ഞാൻ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വലുത് അവിടുത്തെ പദ്ധതിയാണ്. എൻ്റെ പ്ലാൻ പോകട്ടെ, അവിടുത്തെ പദ്ധതി നടന്നുകൊള്ളട്ടെ. എനിക്കതാണ് സന്തോഷം. അത് ആദ്യം എനിക്ക് വേദനയും തോന്നുമെങ്കിലും ഏറ്റവും ഒടുവിൽ ഏറ്റവും നല്ലത് അതായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവിടുത്തെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിക്കുന്നു എന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ആ ജീവിതമാണ് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം. പുറംപറമ്പിൽ എറിയപ്പെട്ടിരുന്നു, അന്യരായിരുന്നു, ഒരവകാശവും പറയാനില്ലാത്തവരായിരുന്നു, ദൂരത്തേക്ക് തള്ളപ്പെട്ടവരായിരുന്നു. കൃപയുടെ ഒഴുക്കിൽ ഒഴുകി ദൈവസന്നിധിയിൽ വന്നു എന്ന് അനുഭവമുള്ളവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഓ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പ്രിയ പിതാവേ, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പൗരുഷൻ TV ചാനലിലൂടെ പ്രസംഗം ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ വലിപ്പത്തെ തിരിച്ചറിയുവാൻ അവർക്കിടയാക്കണം. നീ അവരെ സഹായിക്കണമേ, അവരുടെ ആവശ്യങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപ അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങും ഗോസ്പൽ സെൻറ്റർ വെബ്സൈറ്റിലൂടെ പ്രസംഗം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന സ്ഥാനത്ത് നിൻ്റെ കരം അവരെ തൊടണമേ. അത്ഭുത രോഗശാന്തിയുടെ കൃപ വ്യാപരിക്കണമേ. താവേ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ പ്രസാദത്തിനു വേണ്ടി സൗരഭ്യവാസന നൽകുന്ന ജീവിതമായി ഞങ്ങൾ നിൽക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളെ താഴ്ത്തിത്തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.